കൊച്ചിയിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ ചർച്ചയുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, പി കെ കുഞ്ഞാലിക്കുട്ടി, PMS സലാം എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും. ആലുവ പാലസിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. ഒരു പ്രശ്നവും കോൺഗ്രസും ലീഗും തമ്മിൽ നിലവിലില്ല. അതുകൊണ്ട് തന്നെ UDF-ലെ സീറ്റ് വിഭജന ചർച്ചകളിൽ കോൺഗ്രസും ലീഗുമായിട്ടൊരു തർക്കവും ഇനിയില്ല. വേണമെങ്കിൽ വേണം, വേണമെങ്കിൽ വേണ്ട. ഇപ്പോൾ കോങ്ങാട് അടക്കമുള്ള ചില മണ്ഡലങ്ങളുടെ കാര്യത്തിലാണ് ഈ സീറ്റുകൾ വെച്ചു മാറുന്ന കാര്യത്തിലുള്ളത്. ഗുരുവായൂർ നേരത്തെ തീരുമാനിച്ചു, അത് ഉണ്ടാവാനുള്ള സാധ്യതയില്ലെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ച ഇന്നിപ്പോൾ കൊച്ചിയിൽ അല്പസമയത്തിനുള്ളിൽ യോഗം ചേരും. അത് എത്രയും പെട്ടെന്ന് അത് അവസാനിക്കുകയും ചെയ്യും. അതിനകത്ത് വലിയ തർക്കമൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. തലവേദനയേ അല്ല കോൺഗ്രസും ലീഗും തമ്മിലുള്ള തർക്കം. സജോ ഉണ്ട്. സജോ, കോൺഗ്രസും ലീഗും തമ്മിൽ സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ വലിയ തർക്കമൊന്നുമില്ല. വി ഡി സതീശൻ പറഞ്ഞതല്ലേ കറക്റ്റ്? 1 മണിക്കൂർ കൊണ്ടിരുന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പ്രശ്നം മുഴുവൻ കിടക്കുന്നത് കോൺഗ്രസിന്റെ ഉള്ളിലാ, അല്ലേ സജോ ദേവസ്യ? ഡോക്ടർ അരുൺകുമാർ, ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആലുവ പാലസിലാണ്. ആലുവ പാലസിലാണ് കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ച നടക്കുക. അത് പ്രധാനമായും 3 സീറ്റുകളുടെ കാര്യത്തിലുണ്ട് എങ്കിൽ പോലും തിരുവമ്പാടി സീറ്റിന്റെ കാര്യത്തിലാണ് ഒരു ഫൈനൽ ധാരണയിലേക്ക് എത്തേണ്ടത്. തിരുവമ്പാടി വിട്ടുകൊടുക്കുന്നതിൽ ലീഗിന് വലിയ തോതിൽ ലീഗ് എന്തെങ്കിലും കടുത്ത നിലപാട് സ്വീകരിക്കും, കടുംപിടുത്തം സ്വീകരിക്കും എന്നീ ഘട്ടത്തിൽ കരുതാൻ വയ്യ. പക്ഷേ തിരുവമ്പാടിക്ക് പകരം പട്ടാമ്പി വേണം എന്ന ആവശ്യമാണ്. അക്കാര്യത്തിൽ ഇന്നൊരു ധാരണയിലേക്ക് എത്തും. അങ്ങനെ വരുമ്പോൾ 3 സീറ്റുകളുടെ കാര്യത്തിലാണ് അന്തിമ ധാരണ. 27 സീറ്റുകളിൽ 3 സീറ്റുകളുടെ കാര്യത്തിലാണ് ഒരു അന്തിമ ധാരണ വരേണ്ടത്. പുനലൂരിന് പകരം ചടയമംഗലം, കോങ്ങാടിന് പകരം ബാലുശ്ശേരി, തിരുവമ്പാടിക്ക് പകരം പട്ടാമ്പി എന്നാണ്. തിരുവമ്പാടിയുടെ കാര്യത്തിലാണ് പകരം പട്ടാമ്പിയെങ്കിൽ തിരുവമ്പാടി വിട്ടു നിൽക്കാം എന്നതാണ്. അക്കാര്യത്തിൽ ഇന്നൊരു അന്തിമ ധാരണ വരും. തിരുവമ്പാടി ലഭിക്കുകയാണെങ്കിൽ അവിടെ VS ജോയ് സ്ഥാനാർത്ഥിയായി വരുന്നൊരു സാഹചര്യം രൂപപ്പെടും എന്നതാണ് പ്രധാനം. അപ്പോൾ ലീഗുമായുള്ള ഒരു ധാരണയിലേക്ക് പോയാലും കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ 2 നേതാക്കളോടും, പ്രധാനമായും കോൺഗ്രസിന്റെ നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടും രമേശ് ചെന്നിത്തലയോടും ചോദിച്ചു. അതിൽ പ്രതിപക്ഷ നേതാവ് പ്രധാനമായും പറഞ്ഞത് ഇക്കാര്യത്തിൽ കെ സുധാകരന്റെ അടക്കം നമുക്കറിയാമല്ലോ, അദ്ദേഹം പറഞ്ഞ ഉഷാറായി നടക്കട്ടെ. ലീഗും കോൺഗ്രസും തമ്മിൽ വലിയ തർക്കത്തിലൊന്നും സാധ്യതയില്ല. 1 മണിക്കൂറിനുള്ളിൽ ആ പ്രശ്നം പരിഹരിക്കും. പക്ഷേ കോൺഗ്രസിനുള്ളിലെ പ്രശ്നം എത്ര മണിക്കൂർ കൊണ്ട് പരിഹരിക്കുമെന്നുള്ളതാണ് ചോദ്യം. കെ സുധാകരൻ ഒട്ടും അയഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ.